പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതികൂലങ്ങളൊക്കെ വന്നേക്കാം. സാമ്പത്തിക പ്രതിസന്ധിയും മറ്റ് ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പ്രതികരിക്കരുത്. ഇതൊക്കെ എന്താ സംഭവിച്ചേ, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും എന്തിനാ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നേ എന്നൊന്നും പറയരുത്. ദൈവത്തെ ചോദ്യം ചെയ്യല്ല. മാത്രമല്ല, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയി പാപം ചെയ്യുവാനും മുരുമ്പെടരുത്. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലല്ലോ. അവിടുന്ന് അറിയാതെ തലയിലെ ഒരു മുടി പോലും താഴെ വീഴത്തില്ല എന്നല്ലേ വചനം പറയുന്നത്. അപ്പോൾ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും നമുക്ക് ഏറ്റവും അത്യാവശ്യം സഹിഷ്ണുതയാ, ക്ഷമയാ. ദൈവ സാന്നിധ്യത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുക. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്താ പദ്ധതി എന്ന് ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഇഷ്ടം അവിടെ വെളിപ്പെടും. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണേ. അദ്ദേഹം അതിസമ്പന്നനായിരുന്നു, എല്ലാവിധ നന്മയും ഉണ്ടായിരുന്നു, നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രത്യേകം തൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന, അവർ പാപം ചെയ്യാതിരിക്കുവാൻ യാഗങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ടും തനിക്കുള്ളതെല്ലാം നഷ്ടമായി. പക്ഷേ ആ 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം ഒന്ന് നോക്കണേ. അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതിലൊന്നും ഇയ്യോബ് പാപം ചെയ്തില്ല, മാത്രമല്ല ദൈവത്തിന് ദോഷമായി ആരോപിച്ചുമില്ല, ഒന്നും ആരോപിച്ചില്ല. തൻ്റെ വായിൽ വന്നതൊന്നും ദൈവത്തിന് വിരോധമായി സംസാരിച്ചില്ല. താൻ ഇത്രയേറെ പ്രതികൂലമുണ്ടായിട്ടും പാപം ചെയ്തില്ല. എന്തൊരു വിശ്വസ്ത മനുഷ്യനല്ലേ. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി എത്ര വലുതായിരുന്നു. എന്നാൽ താൻ ക്ഷമയോടെ ആ അനുഭവത്തിലായിരുന്നപ്പോൾ, സഹിഷ്ണുതയോടെ ഇരുന്ന് ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ, അതിൻ്റെ അവസാന അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, തനിക്ക് നഷ്ടമായതെല്ലാം ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കർത്താവ് ചില താഴ്ചകളൊക്കെ അനുവദിക്കും എന്ന് പറഞ്ഞ് കർത്താവിനെ നാം തള്ളിപ്പറയരുത്. പാപം ചെയ്യരുത്. ഇനിയും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനിയും എനിക്ക് ദൈവത്തെ വേണ്ട എന്നൊന്നും പറഞ്ഞു കളയരുത്. ശാപവാക്കുകളോ മറ്റ് നെഗറ്റീവ് വാക്കുകളോ ഒന്നും ആ വായിൽ നിന്ന് വരരുത്. ഇപ്പം ഭയങ്കര പ്രതികൂലത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒന്ന് ക്ഷമയോടെ നിൽക്കുക. അപ്പൻ്റെ കരത്തിൽ നിങ്ങൾ സുരക്ഷിതരാ. അപ്പ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അപ്പ അനുവദിച്ചിട്ടാ ഇപ്പോൾ ഈ സിറ്റുവേഷൻസ് ജീവിതത്തിലുണ്ടായത്. ഇവിടെ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുകയാണെങ്കിൽ, പാപം ചെയ്യാതെ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകാതെ, ദൈവത്തിന് വിരോധമായി ഒന്നും സംസാരിക്കാതെ ഒന്ന് ക്ഷമയോടെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ മറക്കത്തക്കവണ്ണം സ്വർഗം നിങ്ങൾക്ക് നന്മകളും അനുഗ്രഹങ്ങളും അധികമായി നൽകും. സംശയമുണ്ടോ? ധൈര്യമായിട്ടിരിക്കുക, ഭാരപ്പെടാതെ. എന്തെങ്കിലും ദൈവത്തിനും ദൈവഹിതത്തിനും വിരോധമായി സംസാരിച്ചെങ്കിൽ ഒരു വാക്കങ്ങ് ക്ഷമ പറഞ്ഞേ. അപ്പ പറഞ്ഞു പോയി, പൊറുക്കേണമേ എന്നൊന്ന് പറഞ്ഞേ. ഭാരപ്പെടാതെ. നഷ്ടമായതൊക്കെ ഇരട്ടിയായി കർത്താവ് മടക്കി തരും. ഒത്തിരി നാൾ കഴിഞ്ഞിട്ടൊന്നുമല്ല, ഉടനെ. സങ്കീർത്തനം 23 ഒരു വാക്യമില്ലേ, ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കും. അതെ, എവിടെ നിന്ദിക്കപ്പെട്ടെ, എവിടെ തല ഉനിക്കപ്പെട്ടെ, അവിടെയാ സ്വർഗം മാനിക്കുന്നത്. നിന്ദിക്കപ്പെട്ടെടുത്തുനിന്ന് മൈലുകൾ അപ്പുറത്ത് കൊണ്ടുപോയി ഉയർത്തുകയല്ല, ആദ്യം നിന്ദിക്കപ്പെട്ടെടുത്ത് തന്നെ, തോറ്റെടുത്ത് തന്നെ കർത്താവ് മാനിക്കും. ഉറപ്പ, എന്നൊരു സംശയമില്ല. കർത്താവിൽ ആശ്രയിക്കുക. ഹൃദയത്തിലുള്ള ഭാരങ്ങളെയെല്ലാം വിട്ടുകള, സംശയമൊക്കെ മാറ്റ. ഏറ്റുപറയേണ്ടത് ഏറ്റുപറ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വാ, പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, അങ്ങേ ഞങ്ങൾ കൂടുതൽ ഉറയ്ക്കട്ടെ, എല്ലാ സംശയങ്ങളും മാറട്ടെ. എൻ്റെ പ്രിയരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഹൃദയഭാരങ്ങൾ മാറട്ടെ. അങ്ങയോട് പാപം ചെയ്യാതെ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ നാവുകളെ നിയന്ത്രിച്ച സഹിഷ്ണുതയോടെ, ക്ഷമയോടെ
ഈ പ്രതികൂലത്തിൽ അങ്ങയുടെ മധ്യത്തിലായിരിക്കാൻ സഹായിക്കണം. അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ സഹായിക്കണമേ. ഞാൻ എൻ്റെ പ്രിയരെ ബ്ലെസ് ചെയ്യും. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രതിസന്ധിയിൽ പാപം ചെയ്യല്ലേ, ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകല്ലേ, ദൈവത്തിന് വിരോധമായി ഒന്നും സംസാരിക്കണ്ട. നഷ്ടപ്പെട്ടതൊക്കെ അധികമായി മടക്കി ലഭിക്കും. ബ്ലെസ് യു.